സ്വരാജ് ട്രോഫി ഘോഷയാത്രയും അനുമോദന സമ്മേളനവും. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പെരിങ്ങോം ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായ രണ്ടാം തവണയും നേടിയ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിനുള്ള അനുമോദന ചടങ്ങ് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യയിൽ നമ്പർ 1 പല കാര്യങ്ങളിലും. കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാർ കൂടി ആശംസകൾ അറിയിക്കുന്നതിന് സന്നിഹിതരായിട്ടുണ്ടാവും. അതുകൊണ്ടൊരു രാഷ്ട്രീയ വിഷയമെന്ന നിലക്കല്ല, രാഷ്ട്രീയമില്ലാത്ത വിഷയവുമല്ല. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തെക്കുറിച്ചിട്ടുള്ളൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ആന്ധ്രയെക്കുറിച്ചും ബീഹാറിനെക്കുറിച്ചും മൊത്തം കേന്ദ്ര ബജറ്റിന്റെ 4% ആ 2 സംസ്ഥാനങ്ങൾക്കുമാണ് ബജറ്റിൽ തന്നെ നീക്കിവെച്ചത്. നമ്മുടെ പേരതിൽ വരാതിരിക്കുകയും നമുക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനാണ് ചെറുകഥാകൃത്താണ് ടി. പത്മനാഭൻ. 94 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം ഇപ്പോഴും വളരെ പ്രണയം നിറഞ്ഞ കഥകൾ എഴുതുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ആ ബജറ്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, കേരളം എന്താണോ ഇന്ത്യയിലല്ലേ എന്ന്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.എം. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, ഹരിത കേരള മിഷൻ, ശുചിത്വ കേരള മിഷൻ ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, മാധ്യമ പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ വർഷങ്ങളിൽ അതിപ്രധാനങ്ങളായ 2 വർഷങ്ങളാണ് 2022, 2023, 2024. കണ്ണൂർ ജില്ലയിലെ 71 പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളുടെ എല്ലാം സ്വപ്നമാണ് ആ ഭരണസമിതിയുടെ കാലയളവിൽ സ്വരാജ് ട്രോഫി ലഭിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. നമുക്കൊരു വിഷമമുള്ളത് ഒരു 1ാം സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല എന്ന ചെറിയ വിഷമം ഉള്ളിലുണ്ട്. അപ്പൊ അതിന് ചില കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങൾ നിങ്ങൾക്കറിയാം. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നുമെത്തിയ കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ അണിനിരന്ന മുത്തുക്കടകളുടെയും വാദ്യമേളങ്ങളോടുമുള്ള ഘോഷയാത്ര പഞ്ചായത്തിന് സമീപം തയ്യാറാക്കിയ നഗരിയിൽ ഒത്തുചേർന്നു. തുടർന്ന് അനുമോദന സമ്മേളനം എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിൽ പ്രസിഡന്റുമാരായിരുന്ന പി.വി. തമ്പാൻ, കെ. കൃഷ്ണൻ, പി. നളിനി, ടി. കെ. രമണി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ. രാജൻ, സി. പത്മനാഭൻ, കെ. വി. രാമചന്ദ്രൻ, ഒ. പി. ലക്ഷ്മണൻ, അസിനാർ അരവഞ്ചാൽ, വ്യാപാരി പ്രതിനിധികളായ എൻ.വി. കുഞ്ഞിരാമൻ, എം.എസ്. അനൂപ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ. പി. പങ്കജാക്ഷൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി. അലീമ നന്ദിയും പറഞ്ഞു. എല്ലാവരും പൈസ എല്ലാവരും പണ്ണാറ് പൈസ എല്ലാവരും 10 രൂപയാണ്.
വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.